ഹലോ എവ്രി വൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ CBSE NCERT ക്ലാസ് 10 ഹിന്ദിയിലെ ഹരിഹർ കാക്ക എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഹരിഹർ കാക്ക എന്ന കഥ ടെക്സ്റ്റ് ബുക്കിൽ 18 പേജസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് പാർട്ടായിട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു കഥയുടെ ലേഖക്, ഈ കഥ എഴുതിയത് മിഥിലേശ്വറാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. ഹരിഹർ കാക്ക കെ യഹാ സെ മേ അഭി ലൗട്ടാ ഹൂ. ലൗട്ടാന്ന് വെച്ചാൽ എന്താണ്? തിരിച്ച് വരിക അല്ലെങ്കിൽ മടങ്ങുക എന്ന് പറയും. അത് ഹരിഹർ കാക്കയുടെ അടുത്ത് നിന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചു വന്നത്. കൽ ഭി ഉൻകെ യഹാ ഗയാ ഥ. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. ലേക്കിൻ ന തോ വ കൽ ഹി കുച്ച് കഹ് സകെ ഓർ ന ആജ് ഹി. പക്ഷേ ഇന്നലെയും അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല. ഓർ ന ആജ് ഹി, ഇന്നും ഒന്നും പറഞ്ഞില്ല. ആജ് എന്ന് വെച്ചാൽ ഇന്ന്, കല്ലെന്ന് വെച്ചാൽ ഇന്നലെ എന്നും അർത്ഥമുണ്ട്, നാളെ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സെൻറ്റൻസ് അനുസരിച്ചിരിക്കും അതിൻ്റെ അർത്ഥം. ദോനോ ദിൻ ഉൻകെ പാസ് മേ ദേർ തക് ബൈഠാ രഹ. അപ്പോൾ 2 ദിവസവും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത്, പാസ് ദേർ തക്, ദേർ എന്ന് വെച്ചാൽ എന്താണ്? നേരം, കുറേ നേരം ഇരുന്നു. ലേക്കിൻ പക്ഷേ, ഉന്നോനെ കോയി ബാത്ചീത് നഹീ കി, പക്ഷെ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ജബ് ഉൻകി തബിയത്ത് കെ ബാരെ മേ പൂച്ച, ഞാൻ അദ്ദേഹത്തിൻ്റെ തബിയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, തബിയത്ത് എന്താണ്? തബിയത്ത് എന്ന് വെച്ചാൽ ശരീരിയ മൻ കെ സ്ഥിതി, ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ സ്ഥിതി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉന്നോനെ സിർ ഉഠാക്കർ ഏക് ബാർ മുझे देखा, അദ്ദേഹം തല പൊക്കി ഒരു പ്രാവശ്യം എന്നെ നോക്കി. ഫിർ സിർ ഛുക്കായ, പിന്നീട് തല കുനിച്ചു. സിർ തല. തോ ദുബാര മേരി ഓർ നഹീ ദേഖ, പിന്നെ രണ്ടാമതൊന്ന് എന്നെ നോക്കിയില്ല. ഹാലാങ്കി, ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഉൻകി ഏക് ഹി നസർ ബഹുത് കുച്ച് കഹ് ഗയി, അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ നോട്ടം, നസർ നോട്ടം, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു നോട്ടത്തിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നു. ജിൻ യന്ത്രണാവും എന്ന് വെച്ചാൽ കഷ്ടപ്പാടുകൾ കെ ബീച്ച് എന്ന് വെച്ചാൽ ഇടയിൽ. വഹ് ഖിരേധെ, ഖിരേന്ന് വെച്ചാൽ ചുറ്റപ്പെടുക. എന്തൊക്കെ കഷ്ടപ്പാടുകളുടെ ഇടയിലാണോ അദ്ദേഹം ചുറ്റപ്പെട്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടുകളാലാണ് അദ്ദേഹം ചുറ്റപ്പെട്ടത്. ഓർ ജിസ് മനസ്ഥിതി മേം ജി രഹേ ഥെ, ഏത് മനസ്ഥിതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഉസ്മേ ആംഖേ ഹി ബഹുത് കുച്ച് കഹ ദേത്തി ഹെ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ ആ ഒരു നോട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അത് പറയുന്നുണ്ടായിരുന്നു. മുഹ് ഖോൽനെ കി ജറൂരത്ത് നഹി പടുത്തി, വാ തുറക്കുന്നതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ കഷ്ടപ്പാടുകളാലാണ് ചുറ്റപ്പെട്ടത്, ഏത് മനസ്ഥിതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, ആ ഒരു നോട്ടം പറഞ്ഞു ഇരുന്നു. ഹരിഹർ കാക്ക കി ജിന്ദഗി സെ മേ ബഹുത് ഗഹരെ മേ ജുടാ ഥ. ഹരിഹർ കാക്കയുടെ ജീവിതവുമായിട്ട് ഞാൻ വളരെയധികം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. अपने गाँव में जिन चंद लोगों को मैं सम्मान देता हूँ उनमें हरिहर काका भी एक है. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഏതൊക്കെ ചന്തെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്കാണോ ഞാൻ റെസ്പെക്റ്റ്, ആദരം കൊടുക്കുന്നത്, അതിൽ ഹരിഹർ കാക്കയും ഒരാളായിരുന്നു. ഹരിഹർ കാക്കയ്ക്ക് പ്രതി, ഹരിഹർ കാക്കയോട് മേരി ആസക്തി, എനിക്കുള്ള ലഗാവ്, ഇഷ്ടം അല്ലെങ്കിൽ ഒരു അടുപ്പം, അതിന് കുറേ അനേകമായിട്ടുള്ള വ്യാവഹാരിക് എന്ന് വെച്ചാൽ വ്യവഹാർസെ സംബന്ധിത്, അതായത് പ്രായോഗികമായിട്ടുള്ള, പ്രാക്ടിക്കലായിട്ടുള്ള, ഓർ വൈചാരിക് വിചാർസെ സംബന്ധിത്, നമ്മുടെ ഐഡിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഐഡിയോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടുള്ള ലേഖകൻ്റെ, അതായത് മിഥിലേശ്വറിൻ്റെ അടുപ്പത്തിന്. ഉന്മേ പ്രമുഖ കാരൺ ദോഹെ, അതിലെ ഏറ്റവും മെയിനായിട്ടുള്ള കാരണങ്ങൾ 2 എണ്ണമാണ്. एक तो यह कि हरिहर काका मेरे पड़ोस में रहते हैं, അതിലൊന്നെന്താണ്? ഹരിഹർ കാക്ക മേരെ പടോസ്, അയൽവാസിയായിരുന്നു. ഓക്കെ. और दूसरा कारण यह कि मेरा माँ बताती है, രണ്ടാമത്തെ കാരണം ഇതാണ്, മേരി മാ ബത്താത്തി ഹെ, എൻ്റെ, അതായത് ലേഖകിൻ്റെ അമ്മ പറയുമായിരുന്നു, ഹരിഹർ കാക്ക ബച്പൻ മേം മുझे बहुत दुलार करते हैं, ഹരിഹർ കാക്ക ബച്പൻ മേം മുझे बहुत प्यार करते हैं. ദുലാർ എന്ന് വെച്ചാൽ പ്യാർ,
അപ്പോൾ ബച്പൻ എന്ന് വെച്ചാൽ കുട്ടിക്കാലം. അപ്പോൾ ഹരിഹർ കാക്ക നമ്മുടെ ലേഖകൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അപ്നെ കന്ധേ പർ ബൈഠാക്കർ ഘുമായ കർത്തേ थे. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ തോളിൽ കന്ധേ പർ ബൈഠാക്കർ ഇരുത്തിക്കൊണ്ട് ഘുമായ, നമ്മൾ ഘൂം എന്ന് പറയാറുണ്ട്, ഘൂം രഹാദ ചുറ്റിക്കറങ്ങുക എന്ന് പറയും. അതുപോലെ ഘുമായ ചുറ്റിക്കറക്കുകയായിരുന്നു. എന്താണ്, അദ്ദേഹത്തിൻ്റെ തോളിലിരുത്തിക്കൊണ്ട് കുട്ടിക്കാലത്ത് ലേഖകനെ ഹരിഹർ കാക്ക ചുറ്റിക്കറക്കുമായിരുന്നു. ഏക് പിതാ അപ്നെ ബച്ചേക്കോ ജിത്നാ പ്യാർ കർത്താ ഹെ. ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ എത്ര സ്നേഹിക്കുന്നു, ഉസ്സെ കഹീ ജ്യാദാ പ്യാർ ഹരിഹർ കാക്ക മുച്ചേ കർത്തേ थे. അതിലൊട്ടും കുറയാതെ തന്നെ അത്രയും തന്നെ ഹരിഹർ കാക്ക ലേഖകനെ സ്നേഹിച്ചിരുന്നു. ഓർ ജബ് മേ സയാന എന്ന് വെച്ചാൽ ബഡാ ഹോന, വലുതാകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒന്നെങ്കിലും ഓർമ്മ വയ്ക്കുന്ന ആ ഒരു കാലത്ത് സയാന, അദ്ദേഹം വളർന്ന് തുടങ്ങിയ സമയത്ത്, കുട്ടിക്കാലം കഴിഞ്ഞ് കുറച്ച് വലുതായ സമയത്ത്, തബ് മേരി പഹ്ലി ദോസ്തി, ലേഖകൻ്റെ അതായത് മിഥിലേശ്വറിൻ്റെ ആദ്യത്തെ ദോസ്ത് എന്ന് വെച്ചാൽ കൂട്ടുകാരൻ, ദോസ്തി എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, നമ്മുടെ ലേഖകൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ആദ്യത്തെ ഫ്രണ്ട്ഷിപ്പ് ഹരിഹർ കാക്കയ്ക്ക് സാഥി ഹുയി, ഹരിഹർ കാക്കയുടെ കൂടെയായിരുന്നു. हरिहर काका ने भी जैसे मुझसे दोस्ती के लिए ही इतना उम्र तक प्रतीक्षा की थी. ലേഖകൻ്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇത്രയും പ്രായമായിട്ടും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഹരിഹർ കാക്ക ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വില കൊടുക്കുന്നു, അതിന് വേണ്ടി അത് പ്രതീക്ഷിച്ച് ഇരിക്കുന്നു. മാ ബതാത്തി ഹേ കി, അമ്മ പറയാറുണ്ടായിരുന്നു, മുझसे पहले गाँव में किसी अन्य से उनकी इतनी गहरी दोस्ती नहीं हुई थी. അമ്മ പറയുമായിരുന്നു, എന്നെക്കാളും മുമ്പ് ഈ ഗ്രാമത്തിലെ മറ്റൊരാളോടും ഇത്രയും ആഴത്തിൽ ഹരിഹർ കാക്കയ്ക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു. വഹ് മുझसे कुछ भी नहीं छिपाते थे. അദ്ദേഹം എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ലായിരുന്നു, ഒന്നും ഒളിച്ചു വെക്കില്ലായിരുന്നു. ഖൂബ് നല്ലപോലെ ഖുൽക്കർ തുറന്ന് ബാത്തേം കർത്തേ थे, നല്ലപോലെ തുറന്ന് സംസാരിക്കുമായിരുന്നു. ലേക്കിൻ ഫിൽഹാൽ അബ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പക്ഷേ എന്നോട് മുझसे भी कुछ कहना उन्होंने बंद कर दिया, എന്നോട് പോലും എന്തെങ്കിലും പറയുന്നത് അദ്ദേഹം നിർത്തിവെച്ചു. ഉൻകി ഈ സ്ഥിതിനെ മുझे ചിന്തിത് कर दिया, അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥിതിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. जैसे कोई नाव बीच मझधार में फंसी हो और उस पर सवार लोग चिल्लाकर भी अपनी रक्षा न कर सकते हो, क्योंकि उनकी चिल्लाहट दूर तक फैले सागर के बीच उड़ती गिरती लहरों में विलीन हो जाने के. അതൊരു വലിയ സെൻറ്റൻസാണ്. അപ്പോൾ ജേസെ കോയി നാവ്, ഏതെങ്കിലും ഒരു വള്ളം, ബീച്ച് മച്ച്ദാർ അതായത് ചുഴി അല്ലെങ്കിൽ തിരമാല, ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയാൽ, ബീച്ച് ഇടയിൽ പെട്ടുപോയാൽ, ഫസി കുടുങ്ങിപ്പോയാൽ, ഉസ്പർ സവാർ ലോഗ് അതിൽ സവാരി ചെയ്യുന്ന ആൾക്കാർ, ചില്ലാക്കർ ഭി അവരെത്ര ചില്ലാക്കർ നിലവിളിച്ചാലും, അപ്നി രക്ഷ ന കർ സക്തേ ഹോ അവർക്ക് തന്നെ അവരെ രക്ഷിക്കാൻ സാധ്യമല്ല. ക്യോങ്കി കാരണം, ഉൻകി ചില്ലാഹഡ് അവരുടെ നിലവിളി, ദൂർ തക് ഫൈലെ സാഗർ കെ ബീച്ച് ദൂരങ്ങളോളം പരന്നു കിടക്കുന്ന സാഗരത്തിൻ്റെ അതായത് സമുദ്രത്തിൻ്റെ ഇടയിൽ, ഉഡ്തിഗിർത്തി ഉയരുകയും പൊങ്ങുകയും ചെയ്യുന്ന, ലഹരോമേ വിലീൻ ഹോ ജാനേക്ക് അതിരിക്ത് ഉയരുകയും താഴുകയും ചെയ്യുന്ന തിരമാലകളിൽ വിലീൻ ലയിച്ച് പോകും. അതല്ലാതെ കർഹി ക്യാ ശക്തി, അതല്ലാതെ മറ്റെന്താണ് അവിടെ സംഭവിക്കുക, അതല്ലാതെ അവർക്ക് മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ മൗൻ ഹോക്കർ ജൽ സമാധി ലേനേക്ക് അതിരിക്ത് കോയി ദൂസര വികൽപ് നഹി. അപ്പോൾ ഇവർ നിലവിളിച്ചാലും ദൂരങ്ങളോളം പരന്നു കിടക്കുന്ന ഈ ഒരു സമുദ്രത്തിൻ്റെ ഇടയിൽ ഉയരുകയും പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഈ തിരമാലകളുടെ ഇടയിൽ ഈ ഒരു നിലവിളി അലിഞ്ഞു പോവുകയേ ഉള്ളൂ, അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. മൗൻ ഹോക്കർ ജൽസമാധി ലേനയ്ക്ക് അതിരിക്ത് കോയി ദൂസര വികൽപ് നഹി. മൗൻ ഹോക്കർ മിണ്ടാതെ മൗനത്തിലിരുന്ന് ജലസമാധി ആവുന്നതിൽ അതിരിക്ത് അതിന് പുറമെ കോയി ദൂസര വികൽപ്പ് എന്താണ്, ഉപായം, രണ്ടാമതൊരു ഉപായം ഇല്ല. ലേക്കിൻ മൻ ഇസെ മാന്നേക്കോ കത്തയി തയ്യാർ നഹി. പക്ഷേ മനസ്സ് ഇതിനെ
വിശ്വസിക്കാൻ ഒട്ടും തയ്യാറല്ല. ജീനയ്ക്ക് ലാൽസയുടെ മലയാളം വാക്ക് വാഞ്ച എന്നാണ്, അതിയായ ആഗ്രഹം. ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം കാരണം ബേചൈനി ഓർ ചട്പട്ടാഹട്ട് ബഡ് ഗൈ ഹോ, ക്ഷീണവും വെപ്രാളവും എല്ലാം വളർന്നുകൊണ്ടിരിക്കും, കൂടി വരും. കുച്ച് ഏസി ഹി സ്ഥിതി കെ ബീച്ച് ഹരിഹർ കാക്ക ഖിർദ് ഗയേ ഹെ, ഏകദേശം അതുപോലെ ഒരു സ്ഥിതിയുടെ ഇടയിലാണ് നമ്മുടെ ഹരിഹർ കാക്ക കുടുങ്ങി ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ലേഖക് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് പിടികിട്ടിയ കാര്യം. അപ്പോൾ നമ്മുടെ ഹരിഹർ കാക്കയുടെ ഫസ്റ്റ് പേജ് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി പാർട്സൊക്കെ ഇടുമ്പോൾ അത് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓൾ എന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.